ഞാൻ ആശ്രമത്തിൽ ഉച്ചയ്ക്ക് വാരി കൊടുക്കാനായിട്ട് അങ്ങോട്ട് പോയപ്പോ കൊച്ചു കരയുന്ന കേട്ടു. ഏത് കൊച്ചാന്നൊന്നും അറിയുന്നില്ല. കരയുന്ന കേട്ടു. ഞാൻ മോളിയോട് പറഞ്ഞു, മോളി എവിടെ ആരാണ്ട് പിള്ളേർ കരയുന്നുണ്ടല്ലോ. പ്രകൃതിയാലിന് കണ്ടിൻ്റെ എന്നോട് ചോദിച്ചു, ഇതുപോലെ 2 മക്കളിൽ ആരെയാണ് ഇഷ്ടമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഇതുപോലെ ഇളയ ആളിനെയാണ്, അവൾ ക്യൂട്ടാണല്ലോ എന്ന് പറഞ്ഞു. ചേച്ചിക്കും പറഞ്ഞു. എല്ലാവർക്കും നമസ്കാരം. വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മാക്സിമം കമന്റ് ചെയ്യാനും മറക്കരുത്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ എല്ലാവരും സംസാരിക്കണം. നമ്മൾ ഓരോ ജനങ്ങളും നമ്മൾ സംസാരിച്ചാൽ മാത്രമേ ഇവിടെ എന്തെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടാവൂ എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ വീണ്ടും വീഡിയോ ചെയ്യുന്നത്. ഇവിടെ ജിസ്മോളുടെ മരണവുമായി ബന്ധപ്പെട്ട് ഈ മരണം സാധാരണ സ്വയം ജീവൻ ഒടുക്കിയതല്ല, അതൊരു കൊലപാതകത്തിലോട്ട് ചൂണ്ടിക്കാണിക്കുന്ന കുറെ സാഹചര്യങ്ങൾ ഇവിടെ നമുക്ക് വളരെ വ്യക്തമാണ്. അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജിസ്മോളുടെ ഭർത്താവ് ജിമ്മിക്ക് ഈ ബസ്സിന്റെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ബസ് കാര്യങ്ങളൊക്കെ നിർത്തി വെച്ചിട്ട് റെന്റേ കാറിന്റെ സെറ്റപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ലൈസൻസ് എടുത്തിട്ട് ചെയ്തിട്ടുള്ളതൊന്നും അല്ല, അല്ലാണ്ട് സ്വന്തം ഇഷ്ടത്തിനൊക്കെ 5-6 കാറൊക്കെ അല്ലെങ്കിൽ 2-3 കാറൊക്കെ എടുത്തിട്ടുള്ള പരിപാടിയാണ് ചെയ്തിട്ടുള്ളത്. അല്ലാതെ ലൈസൻസ് കിട്ടണമെങ്കിൽ 40-ന് പുറത്ത് കാറ് വേണം, എങ്കിലേ റെന്റേ കാറിന് ലൈസൻസും കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഇവൻ ഇല്ലീഗൽ പരിപാടി അവിടെ ചെയ്തിട്ടുണ്ട്. MVDക്ക് നേരെ പോയി കേസെടുക്കാനുള്ള വകുപ്പ് അവൻ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊരു വശത്ത് നിൽക്കട്ടെ. ഇത് കൊലപാതകത്തിലോട്ട് ചൂണ്ടിക്കാണിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് സംശയങ്ങൾ നമുക്ക് തോന്നാനുണ്ടാവുന്ന റീസൺ, അവിടെ ആ വീട്ടിനടുത്തുള്ള ഒരു അമ്മച്ചിയുണ്ട്. ഇവർക്ക് പാലൊക്കെ കൊണ്ടു കൊടുക്കുന്ന ഒരു അമ്മച്ചി. ആ അമ്മച്ചി കുറച്ചധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. പറയുന്ന കൂട്ടത്തിൽ ഈ വേലക്കാരി ഒരു ഫ്രോഡാണെന്ന് നമുക്കവിടെ മനസ്സിലാവുന്നുണ്ട്. അവളെ പിടിച്ച് പോലീസുകാർ ഇടിച്ച് പിഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലപോലെ വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. ഈ ജിമ്മിക്ക് റെന്റേ കാറിന്റെ സെറ്റപ്പ് ഉള്ളത് കൊണ്ട് തന്നെ ഈ സ്കൂട്ടി അതുവഴി പോയിട്ടുള്ളതായിട്ട് ഒരു CCTVയും കിട്ടിയിട്ടില്ല. മറിച്ച് അതേ സമയത്ത് ഇവന്റെ ഏതെങ്കിലും റെന്റേ കാർ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയിട്ടുണ്ടെങ്കിൽ തൂക്കുക. സംശയിക്കേണ്ട കാര്യങ്ങൾ അവിടെ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഉറപ്പാണ് എന്തോ ദുരൂഹത അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിന്റെ റീസൺ എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. സ്കൂട്ടി ഓടിച്ച് മക്കളെയും കൊണ്ട് പോയി ജീവൻ ഒടുക്കിയിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും CCTVയിൽ ജിസ്മോള് പതിഞ്ഞിട്ടില്ല. ആ സമയത്ത് പിന്നെ എന്ത് സംഭവിച്ചു? ജിമ്മിയുടെ കാറ് പോയിട്ടുണ്ടെങ്കിൽ ആ കാറിന്റെ അകത്ത് ഒരു പക്ഷേ ഇവരുണ്ടായിരുന്നിരിക്കും. അത് ജീവനോടെയുമാകാം, മരിച്ചുമാകാം. ഊഹം മാത്രമാണ്. ഇതൊന്നും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. വെറും സംശയങ്ങൾ മാത്രമാണ്. പോലീസ് അന്വേഷിച്ചാലേ പിടികിട്ടത്തുള്ളൂ. പിന്നെ അവിടുത്തെ പോലീസിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഇവർക്കൊക്കെ സപ്പോർട്ടായിട്ട് നിൽക്കുന്നു എന്നുള്ളൊരു പശ്ചാത്തലവും കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. എന്തായാലും അമ്മച്ചി, വീട്ടിനടുത്ത് ഇവർക്ക് പാല് കൊണ്ട് കൊടുക്കുന്ന അമ്മച്ചി പറഞ്ഞ് നമുക്കൊന്ന് കേട്ടു നോക്കാം. ആശ്രമത്തിൽ ഉച്ചയ്ക്ക് വാരി കൊടുക്കാനായിട്ട് അങ്ങോട്ട് പോയപ്പോ കൊച്ചു കരയുന്ന കേട്ടു. ഏത് കൊച്ചാന്നൊന്നും അറിയുന്നില്ല. കരയുന്ന കേട്ടു. ഞാൻ മോളിയോട് പറഞ്ഞു, മോളി എവിടെ ആരാണ്ട് പിള്ളേർ കരയുന്നുണ്ടല്ലോ. അതെല്ലാം കഴിഞ്ഞ് കുറെ കഴിയുമ്പോഴാണ് ഇങ്ങനത്തെ ഈ പ്രശ്നങ്ങളല്ല, ഈ ബഹളവും. പിന്നെ അമ്മക്കൊന്നും അറിയില്ല. നമ്മളങ്ങോട്ട് കയറി പോണില്ല. അവിടെ കൊണ്ട് പാടി. ഹാർട്ട് ഫാർമറിലാണ് ഈ ഇന്റർവ്യൂ വന്നിട്ടുള്ള. ഈ കുട്ടി, അതായത് ജിസ്മോളുടെ കുട്ടി കരയുന്നത് ഈ അമ്മച്ചി കേട്ടിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ട് അറിയുന്നത്. അവിടെ തന്നെ എന്തോ സംഭവം ചീഞ്ഞ് നാറിയില്ലേ. അതിനർത്ഥം അമ്മച്ചി പോയ സമയത്ത് കുട്ടി വീട്ടിനുള്ളിലുണ്ടായിരുന്നു. ഒന്നുകിൽ കുട്ടിയെ ആരെങ്കിലും മനഃപൂർവ്വം വിഷം കുടിപ്പിക്കാൻ ശ്രമിച്ചു കാണും. എന്തൊക്കെയോ അവിടെ നടന്നിട്ടുണ്ട്. എന്തോ നല്ല രീതിയിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വിഷം കുടിച്ചതായിട്ടും തെളിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ മക്കളെ ഇത് തക്കതായ രീതിയിൽ അന്വേഷിച്ചു കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യപ്പെടേണ്ട സാധനങ്ങളെല്ലാം അറസ്റ്റ് ചെയ്യും. ആ മോളി എന്ന് പറയുന്ന വേലക്കാരി ആദ്യം പിടിക്കണം. അവളെ പിടിച്ച് അടിച്ചു കഴിഞ്ഞാൽ സത്യമായിട്ട് മണിയായിട്ട് അവള് പുറത്തു പറയും. പൈസ വാങ്ങിയിട്ടാണോ എന്താണെന്നൊന്നും അറിയില്ല. നല്ല പോലെ ഇവർക്ക് വേണ്ടി നിൽക്കുന്നുണ്ട്. അതുപോലെ മോളിക്ക് ഇവരുടെ അച്ചാച്ചൻ ആരോ പണ്ട് പൈസ കൊടുത്തിട്ടുണ്ട് എന്തിനാവശ്യത്തിനെന്നൊക്കെ പറഞ്ഞിട്ടും പറയുന്നുണ്ട്. റൂമേഴ്സ് ആണ്, എനിക്കറിയത്തില്ല. അങ്ങനെ പറയുന്നുണ്ട്. ആ പൈസ എഴുതള്ളാൻ വേണ്ടിയിട്ടാണോ ഈ കൂട്ട് നിന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും കൂട്ട് നിന്നിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ സംശയിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് എന്തായാലും അമ്മച്ചി പറയുന്ന ബാക്കി കേട്ടു നോക്കാം. ഈ മോളി ഇവിടെ വരാറുണ്ടോ? ഈ വീട്ടിൽ ജോലിക്ക് ചെയ്യുന്ന അവൾ ഇതിലേക്കൂടെ വന്ന് പോവുകയും വരുവൊക്കെ ചെയ്യുന്നത്. ഈ കഴിഞ്ഞ ദിവസം മോളി ഇവിടെ വിറക് പറക്കാൻ അങ്ങനെ എന്തെങ്കിലും ആവശ്യമായിട്ട് വന്നായിരുന്നോ? ഈ 16-ാം തീയതി മോളി സമയത്ത് വന്നെന്ന് ഓർക്കുന്നുണ്ടോ? മോളി രാവിലെ ഇവിടുന്ന് ഇതിലേക്കൂടെ വന്ന് അങ്ങോട്ട് പോണേ. അത് കഴിഞ്ഞിട്ട് അവിടെ ചെന്നേറ്റങ്ങാണ്ട് മോളി ആശുപത്രിയിൽ എങ്ങാണ്ട് പോയി. മോളിക്ക് ഷുഗറൊക്കെ ഉള്ളത്. ആശുപത്രിയിൽ എങ്ങാണ്ട് പിന്നെ 11 മണി എങ്ങാണ്ട് ആയിപ്പോഴാണ് വന്നത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ വിറക് പെറുക്കിയത്. ഇങ്ങനെ വിറക് പെറുക്കി തന്നെയാണോ? ഞാൻ പറഞ്ഞിട്ട് നമ്മള് പൈസ കൊടുക്കും. അന്നേരം അവിടെ ആരുമില്ല. ആരുമില്ലെന്നും പറഞ്ഞാൽ മോളി ഇവിടെ ഇത് പണി വന്ന് വിറക് പെറുക്കിയത്. അന്നേരം ആ വീട്ടിൽ ആരുമില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് മോളി ഇവിടെ വന്നത്. അതുപോലെ അവിടെ ബ്ലഡും കാര്യങ്ങളൊക്കെ ഈ പറയുന്ന വേലക്കാരി മോളി കഴുകി തുടച്ച് തെളിവില്ലാത്ത രീതിയിൽ ആക്കിയിട്ടുണ്ടെന്നും പറയുന്നുണ്ട്.
അപ്പൊ മൊത്തത്തിൽ നല്ല ദുരൂഹതയുണ്ട്. ആ മോളിയെ പിടിച്ചു കഴിഞ്ഞാൽ കാര്യം മണിമണിയായിട്ട് മോളി മൊളിഞ്ഞു വിടും. അതാണ് ഉള്ള സത്യം. ഇത് സാധാരണ ഷൈനിയുടെ മരണം പോലെ അല്ല, സ്വയം ജീവൻ എടുക്കിയതായിട്ട് എഴുതിത്തള്ളാനും നമുക്ക് പറ്റുന്നില്ല. സത്യം പറയാമല്ലോ, ഉള്ള കാര്യം ഓപ്പൺ ആയിട്ട് പറയാം. നല്ല ദുരൂഹത ഫീൽ ചെയ്യുന്നുണ്ട്. ചില കാര്യങ്ങൾ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ ഇതൊരിക്കലും കണക്ട് ആവുന്നില്ല, അല്ലെങ്കിൽ ഈ പസിൽ ഫില്ലാകുന്നില്ല. അതിന്റെ റീസൺ ഞാൻ പറയാതെ തന്നെ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എന്നാ പറഞ്ഞിട്ടാ പോയത്? അന്നേരത്തേനും അവിടെ വന്ന് വിളിച്ചു. ആരാ വിളിച്ചേ? ജിമ്മിയെ മറ്റേ അന്നേരത്തേനും മോളിലാണ് അലച്ചു കയർത്ത്. എന്നെ ഞങ്ങളുടെ ചെറുക്കന് ഇവിടെ ഉണ്ടായിരുന്നു. അന്നേരം എന്നാന്ന് ചോദിച്ചോണ്ട് ഇപ്പം ഞാൻ പുറകെ മോളിയുടെ പുറകെ മോളിയിൽ അതിപ്പം റോളിങ്ങൊക്കെ എന്നാന്ന് വെച്ചാൽ മോളി അവരുടെ വീട്ടിൽ ചെന്നു. അല്ല, മോളി ഇവിടെ വെച്ച് തന്നെ കരച്ചിലുണ്ടാക്കിയോ? കരഞ്ഞാട്ടാ പോയെ. അപ്പൊ ഇപ്പൊ മോളി വന്നപ്പോ കരഞ്ഞായിരുന്നോ? ഇല്ല ഇല്ല, അന്നേരം മോളി കരഞ്ഞില്ല. ഇല്ല, അന്നേരം ഇപ്പം വന്ന് വിളിച്ചതാ. ജിമ്മി വന്ന് വിളിച്ചപ്പോ കരച്ചിൽ വന്നു. അത് നമുക്ക് അറിയത്തില്ല, ഒന്നും കേട്ടില്ല. അതാ ജിമ്മി വന്ന് മോളിയുടെ അടുത്ത് എന്തോ പറഞ്ഞ് വിളിച്ചോണ്ട് പോയ സമയത്ത് മോളി കരഞ്ഞും കൊണ്ട് ഇവിടെ നിന്ന് പോയി. എന്നാൽ തിരിച്ചു വന്നപ്പോ ആ കരച്ചിലില്ല. ഇത് ഞാനിനി പറയാതെ തന്നെ വിധി എഴുതാമെന്നുള്ള സെറ്റപ്പിലോട്ട് ആയി വരികയാണ്. തക്കതായ രീതിയിൽ അന്വേഷിച്ച കാര്യങ്ങൾ പിടികിട്ടും. ഒരിക്കലും കൈ അറുത്തുകൊണ്ട് വിഷവും കുടിച്ചും കൊണ്ട് സ്കൂട്ടി എടുത്തുകൊണ്ട് ജിസ്മോൾക്ക് 6 വരെ പോകാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് കൈ അറുത്തതിന് ശേഷവും വിഷം അടിച്ചതിന് ശേഷം പറ്റുമോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ഇവിടെ മൊത്തം ദുരൂഹതയാണ്, മൊത്തം ദുരൂഹത. ഇത് സാധാരണ ഒരു മരണമായിട്ട് നമുക്ക് എഴുതിത്തള്ളാൻ പറ്റുന്നില്ല. അമ്മാതിരി കാര്യങ്ങളാണ് ഈ ഒരു കേസിൽ നടന്നിട്ടുള്ളത്. വ്യക്തമായ രീതിയിൽ പോലീസ് അന്വേഷിച്ചു കഴിഞ്ഞാൽ ഈ കുടുംബം മൊത്തം അറസ്റ്റിലാവും. ഉള്ള കാര്യം പറയാം. ജിസ്മോളുടെ കുടുംബത്തിന്റെ അടുത്ത് പറയാനുള്ള, അതായത് അച്ഛന്റെ അടുത്തും സഹോദരന്റെ അടുത്തും പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതറ്റം വരെ പോയിട്ടാലും ഈ നാറുകൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുക. അല്ലാതെ ജിസ്മോളുടെ സഹോദരന്റെ അടുത്ത് എനിക്ക് പറയാനുള്ളതാണ്, ഇവൻ ഒരിക്കലും ചെയ്യില്ല, അവനെ കൊണ്ട് അങ്ങനെ കഴിയത്തില്ല എന്നൊന്നും ചിന്തിച്ചുകൊണ്ടിരിക്കല്ലേ. നിന്റെ സഹോദരിയെ പിടിച്ച് ഭിത്തിയിൽ ഇടിച്ചവനാണ് ഈ നാറി. അവനെ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഇവനെ കൊണ്ടൊന്നിനും പറ്റത്തില്ല, അവൻ അങ്ങനെ ചെയ്യത്തില്ല, വഴക്കും അടിയുണ്ടാക്കാനേ പറ്റത്തുള്ളൂ, അവന് കൊല്ലാൻ സാധിക്കത്തില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് തികച്ചും നിന്റെ മണ്ടത്തരമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇവിടം വരെ അവൻ വന്നോന്നും എനിക്കറിയത്തില്ല. ഞാൻ അപ്പുറത്തുനിന്ന് വരുമ്പം മോളി അവരുടെ വീട്ടിൽ ചെന്നു കരഞ്ഞോണ്ട്. അപ്പൊ ഞാൻ പിന്നെ എന്നാന്നറിയാലോ എന്ന് വെച്ചോണ്ട് ഞങ്ങളുടെ ഈ ചെറുക്കൻ ഇവിടെ നിന്ന് എന്നാന്ന് ചോദിച്ചിട്ട് മോളി ഇതൊന്നും കേൾക്കുന്നില്ല. മോളി പോയി. ഞാൻ പിന്നെ പുറകെ ഞാൻ ചെന്നപ്പോ അവിടെ ഭയങ്കര കോലാകല, ആൾക്കാരെല്ലാം എല്ലാരും വന്നു. ഇനി ആ നിപ്പന്റെ വൈകുന്നേരം വരെ അവിടെ നിന്ന്. സത്യം, അമ്മച്ചി എന്തായാലും മണിയായിട്ട് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ തികച്ചും ഇതൊരു സാധാരണ മരണമല്ല. റെന്റേക്കാരന്റെ ബിസിനസ് ഇവൻ കുറച്ച് നാളുകൾക്ക് മുന്നെയാണ് തുടങ്ങിയിട്ടുള്ളത്. അത് തുടങ്ങിയത് ഈ ഒരു സംഭവത്തിന് വേണ്ടിയിട്ടാണോന്നും അറിയത്തില്ല. മേ ബി ചിലപ്പോൾ അങ്ങനെ ആവാം. നമുക്കിതൊന്നും ഉറപ്പിക്കാൻ പറ്റുന്ന സിറ്റുവേഷനിലല്ല. എന്നാലും പറയുകയാണ്, ഇതിൽ നല്ല ദുരൂഹതയുണ്ട്. പ്രത്യേകിച്ച് ഇവന്റെ ഏതെങ്കിലും വണ്ടികൾ ആ സമയത്ത് അവിടെ കൂടി കടന്നു പോയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അന്വേഷിച്ചു കഴിഞ്ഞാൽ ഇതിൽ കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടുമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാതെ ഒറ്റ CCTV-യിലും പതിയാതെ മാനത്തുകൂടിയാണോ ജിസ്മോൾ സ്കൂട്ടി ഓടിച്ചു പോയതെന്നുള്ള ഒരു ചോദ്യം ഞാൻ അല്ലെങ്കിൽ അങ്ങ് ചോദിക്കും. കൊച്ചിന്റെ കാര്യത്തില് അമ്മ കേട്ടായിരുന്നോ? അന്ന് ഞാൻ കേട്ടു. ഞാൻ മോളിയോട് പറഞ്ഞേ, അവിടെ ആരാണ്ടുണ്ടല്ലോ മോളി കൊച്ചു കരയുന്നുണ്ടോ. എപ്പോഴാ പറഞ്ഞേ? ഞാൻ ഈ പാല് കൊണ്ട് കൊടുത്തേച്ച് വന്നപ്പോ. അതെല്ലേ, കൊച്ചു കരയുന്ന കേട്ടു. ഇത് കൊച്ചു വെല്ലുവായിലാണ് കിടന്ന് കരയുന്നത്? അകത്തല്ലേ. ഈ മൂത്ത കൊച്ചാണ് ഇളയ കൊച്ചാണ് കിടന്ന് കരയുന്നത്? അതാരെങ്കിലും അറിയത്തില്ല. അവനെ രണ്ടെണ്ണം വെച്ചിരിച്ചേ ഉള്ളൂ. കൊച്ചു കരയുന്ന കേട്ടാണോ? അതെയോ? അന്നേരം മോളി ഇവിടെ നോക്കണ്ടായിരുന്നു? അന്നേരം മോളി ഇവിടെയാണ്. ഞാൻ മോളിയോട് പറഞ്ഞു, മോളി ഇവിടെ കൊച്ചു കരയുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അത് ഈ 16-ാം തീയതിയാണോ കൊച്ചു കരയുന്നത് കേട്ടത്? അല്ലെങ്കിൽ ചൊവ്വാഴ്ച. അതായത് അന്ന് മരിച്ചു എന്ന് പറഞ്ഞാൽ എല്ലാവരും അറിഞ്ഞ് വന്ന ദിവസം. അന്ന് അതിന്റെ തലേദിവസം അല്ലല്ലോ അല്ലേ? അല്ല. ഇവിടെ 2 പോസിബിലിറ്റി ഉണ്ട് കുട്ടി കരഞ്ഞത്. ഒന്ന്, ചിലപ്പോൾ ആ കുട്ടിയുടെ അമ്മയെ കൊന്ന സമയത്ത് അത് കണ്ട് പേടിച്ച് കരഞ്ഞതാവാം. അല്ലെങ്കിൽ കുട്ടിക്ക് വിഷം കൊടുത്തു കാണും, അങ്ങനെ കുട്ടി കരഞ്ഞതാവാം. ഇത് 2 പോസിബിലിറ്റിയും അവിടെയുണ്ട് അല്ലെ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ആ കുട്ടിയുടെ അമ്മ ആരെങ്കിലും ഉപദ്രവിച്ച് അല്ലെങ്കിൽ കൈയെടുത്ത് കൊല്ലാൻ ശ്രമിച്ച് കൊല്ലുന്ന സമയത്താണ് ആ കുട്ടി കരയുന്നതെങ്കിൽ അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട്. അല്ലെങ്കിൽ ഈ ഞാൻ പറഞ്ഞതുപോലെ വിഷം കൊടുത്ത ഒരു പോസിബിലിറ്റി ഉണ്ട്. 2 പോസിബിലിറ്റിയും അവിടെ നിൽക്കുന്നുണ്ട്. തക്കതായ രീതിയിൽ അന്വേഷിച്ച് ആ വേലക്കാരിയെ പിടിച്ച് ഇടിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ മണിയായിട്ട് എല്ലാം പുറത്തു വരും. ഒരു അക്ഷരം പുള്ളി തെറ്റാതെ. നമ്മുടെ പഴയ മമ്മൂട്ടിയുടെ CBI സിനിമയില് കൂടെ നിൽക്കുന്ന ഒരു വേലക്കാരനാണ് എല്ലാ കൊലപാതകവും നടത്തുന്ന ഒരു സംഭവമുണ്ട് ഒരു പാർട്ടിൽ, CBI ഏതോ ഒരു പാർട്ടിൽ. അതുപോലത്തെ ഒരു ഫീലിങ്സ് എനിക്ക് ഇവിടെ തോന്നുന്നുണ്ട്. എല്ലാത്തിനും കൂട്ടു നിൽക്കുന്ന ഒരു വേലക്കാരിയായിട്ട്. ഈ കൊച്ചു വേറെ അയൽവക്കത്തുള്ള ഇല്ല. വെല്ലുവായി കിടന്ന് കരഞ്ഞിട്ട് കൊച്ചു വെല്ലുവായി കിടന്ന് കരഞ്ഞപ്പോ പിന്നെ മോളിൽ പോകാനായിട്ട് നോക്കിയില്ലേ?
അത് അന്നേരം ഞാൻ പറഞ്ഞ് മോളി ഇവിടെ കരയുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ മോളി പറഞ്ഞു എന്നാന്ന് വെച്ചാൽ തള്ള കിടന്ന് ഉറങ്ങിയായിരിക്കും എന്നും പറഞ്ഞുകൊണ്ടാണ് മോളി, കൊച്ചിന്റെ അമ്മ കിടന്ന് ഉറങ്ങിയായിരിക്കും, അതായിരിക്കും എന്നാ മോളി പറഞ്ഞു. ആ സമയം എന്ന് പറയുമ്പോൾ ഒരു 12 മണി നേരമൊക്കെ ആയല്ലേ? പിന്നെ അന്ന് ജോലിക്ക് പോയില്ലായിരുന്നു. ആരെ? ശിശുമോള്. അല്ലാത്ത ദിവസം എല്ലാം ജോലിക്ക് പോകുന്നുണ്ട്. പോകും. അപ്പൊ അവനൊന്നും ജോലിക്ക് പോയില്ലായിരുന്നോ? ഇവൻ പോയിട്ട് വേണോ കാര്യത്താക്കിന്ന് പോകാൻ പറ്റാം. അതല്ലേ? അവനെ എന്നതാണ്. അതുപോലെ ജിസ്മോൾ മരിച്ചതിന് ശേഷം കാരിത്താസിലോട്ടാണ് ആദ്യം കൊണ്ടുപോയത്. അതിനുശേഷമാണ് മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. അതിലും എന്തോ ഒരു ദുരൂഹത എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ പള്ളിക്കാരുടെ ഇടവക എന്തെങ്കിലുമൊക്കെ ഇടപെട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടോ, അവരെന്തെങ്കിലും സഹായിച്ചിട്ടുണ്ടോ, ഇതെല്ലാം അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. തക്കതായ രീതിയിൽ അന്വേഷിക്കണം. അതുകൊണ്ട് എന്തോ നല്ല ദുരൂഹത ഇതിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ജിസ്മോളുടെ വീട്ടിൽ നിന്ന് ജിസ്മോളുടെ ഫോണിൽ വിളിച്ചപ്പോൾ ഫോൺ എടുത്തിട്ടില്ലായിരുന്നു. പകരം അമ്മായിയച്ഛൻ എടുത്ത് സംസാരിച്ചിട്ടുള്ള ഒരു കേസ് പറയുന്നുണ്ടായിരുന്നു. ഏതോ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് അങ്ങോട്ടും കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കോൾ ചെയ്യണമെങ്കിൽ പാസ്വേഡ് എങ്ങനെ അറിയാൻ പറ്റി? ജിസ്മോളുടെ മക്കൾക്ക് ഒരു പക്ഷെ പാസ്വേഡ് അറിയെങ്കിലും ആ പാസ്വേഡ് ചിലപ്പോൾ അമ്മായിച്ചനും ഭർത്താവിനൊന്നും അറിയണമെന്ന് ഇല്ല. എന്തൊക്കെയോ ദുരൂഹത എവിടേക്കോ ചീഞ്ഞ് നാറുന്നുണ്ട്. ഇനി ജിസ്മോളുടെ ഒരു സുഹൃത്ത് പറയും, നമുക്കൊന്ന് കണ്ടുനോക്കാം. മൂത്ത മോള് ജനിച്ചിട്ടുണ്ട്. മൂത്ത മോൾക്ക് പാൽ കുടിക്കുന്ന സമയമാണ്. അപ്പം ഞാനൊരു ദിവസം ഞാൻ പുറത്താണ്, എബ്രോഡാണ്. അപ്പം ഞാൻ വിളിച്ച് ചോദിച്ചു അവളടുത്ത്, എന്താണ് നീ മാറി നിൽക്കുന്നതെന്ന്. അപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ ഇവൾ എറണാകുളത്ത് നിൽക്കുകയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു എന്ത് പറ്റിയെന്ന്. അപ്പോൾ പറഞ്ഞു ഇതുപോലെ വീട്ടിൽ പ്രശ്നങ്ങളാണ്, അവിടുന്ന് പൊയ്ക്കോളാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. പിന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കുമായിരുന്നു, പൊയ്ക്കോളാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ പറഞ്ഞു, പൊയ്ക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു കുഞ്ഞിൻ്റെ കാര്യം അവർ നോക്കിക്കോളും, അപ്പോൾ അവളോട് പൊയ്ക്കോളാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു ജിമ്മി എങ്ങനെയുണ്ടെന്ന്. അത് അച്ചായി അങ്ങനെ വിളിക്കും, ഏട്ടായി വിളിക്കാറുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല, പ്രശ്നം സോൾവ് ആകും, പക്ഷെ കുറച്ച് സമയം വേണം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ അങ്ങനെയൊക്കെ കുറേ പ്രോബ്ലംസ് ഉണ്ട്, അതൊക്കെ ശരിയായിട്ട്. പിന്നെ അതാണ് അന്നത്തെ ഇൻസിഡന്റ്. അപ്പോൾ അന്ന് എന്തോ കാര്യമായി സംഭവിച്ച് പുറത്താക്കിയതാണ്. പുറത്താക്കി അത് ഇത് എന്നിട്ടൊക്കെ നിനക്കൊക്കെ എങ്ങനെയാടാ തോന്നി? കിടന്ന് മോങ്ങാൻ കരയാൻ ചറ്റേ നിനക്ക് എങ്ങനെ തോന്നിയടാ നാറി? ഓയ്യോ കരയണ, അവൻ വീഴണ്, വെള്ളം കൊടുക്കാണ്, നിന്നെ കാല വരെ അടിക്കേണ്ട സമയം കഴിഞ്ഞു. പിന്നെ അതിനുശേഷം വിളിക്കുന്നത് ഇതൊക്കെ വർഷങ്ങൾക്ക് മുൻപല്ലേ, അതായത് 2021 സമയം തൊട്ടിലാണ് ഇത് സംഭവം നടക്കുന്നത്. പിന്നീട് രണ്ടാമത്തെ മോൾ ഉണ്ടായി കഴിഞ്ഞിട്ട് ഒരു ദിവസം വിളിച്ചിരുന്നു. അപ്പം ഞാൻ ചോദിച്ചപ്പം ഇവൾ കരയുകയാണ്. അപ്പോൾ എല്ലാം കൂടെ എന്നെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, കുഞ്ഞുങ്ങൾ, വീട്, അമ്മായിച്ചന് സുഖമില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് പറ്റി, അമ്മായിമ്മ എവിടെയെന്ന്. അപ്പോൾ പറഞ്ഞു എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കാതെ എൻ്റെ ഹസ്ബൻഡിൻ്റെ പെങ്ങളുടെ മക്കളോ ആരോ ഉണ്ട്, ഇപ്പോൾ ജനിച്ചിട്ടുണ്ട്, അവരെ നോക്കാൻ വേണ്ടി ലണ്ടനിൽ പോയിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു നിനക്ക് അമ്മയില്ലാത്തതല്ലേ, എന്നിട്ട് അവരിങ്ങനെ ചെയ്യുന്നല്ലോ. അത് ചേച്ചി അവർ ഭയങ്കര ഇതാണ്, എന്നെക്കൊണ്ട് ആരെക്കൊണ്ടും അവരെ മാനേജ് ചെയ്യാൻ ഒക്കത്തില്ല, പുള്ളിക്കാരിയുടെ ഒരു ഇതാണ്. അപ്പം ഞാൻ ചോദിച്ചു ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ശരിയാവും. അപ്പോൾ പറഞ്ഞു വേലക്കാരിയായി ഇപ്പോൾ മക്കളെ നോക്കുന്നത്, എൻ്റെ ജോലി ഇതെല്ലാം കൂടെ മാനേജ് ചെയ്യാൻ എനിക്ക് പാടാണെന്ന് പറഞ്ഞു. അപ്പോൾ ജിമ്മിയുടെ സ്റ്റാൻഡ് എന്താണെന്ന് ചോദിച്ചു. ജിമ്മി ഭയങ്കര സ്വന്തം കാര്യം മാത്രം നോക്കുന്ന ഒരാളാണ്. അപ്പോൾ പുള്ളിക്കാരൻ ഒരു എന്താ പറയുക മാടമ്പി സ്വഭാവമാണ്. ജിമ്മി മർദ്ദിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്തിട്ടുള്ളതായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്. ഇതിന് ശേഷം പിന്നീട് ഒരിക്കൽ വിളിച്ചു, ഭയങ്കര നിലവിളി. അപ്പം ഞാൻ ചോദിച്ചു എന്തിന് കരയുന്നത് നീ? അപ്പം ഞാൻ എപ്പോഴും പറയും നിനക്ക് ഒരു വക്കീലല്ലേ, നീ ഇങ്ങനെ ഒന്ന് താമസിക്കുന്നു. അപ്പോൾ ഇവള് പറഞ്ഞു ജിമ്മി അടിക്കുകയോ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തു, എന്നിട്ട് ഇറങ്ങി പോയിരിക്കുക, ജോലിക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ വൈകുന്നേരം ഇങ്ങോട്ട് വരുമോ എന്ന് തന്നെ അറിയത്തില്ല, അത്ര പ്രശ്നങ്ങളാണ്, എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല, ഞാൻ അപകടത്തിലാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു. നാറിയടാ ജിമ്മി, ഈ നാറിയാണാടാ അവിടെ കിടന്ന് മോങ്ങി കരഞ്ഞ് അഭിനയിച്ചത്. നാറി നിനക്ക് ഉളുപ്പുണ്ടാടാ നാറി, പരനാറി. അവൻ അഭിനയിച്ചങ്ങ് കിടന്ന് കരഞ്ഞ് മെഴുകി വെള്ളം കുടിക്കണം, മറ്റത് കുടിക്കണം, മറിച്ചത് കുടിക്കണം, നിന്റെ കൊരവള്ളിക്കകത്ത് ഇടിച്ചിറക്കേണ്ട സമയം കഴിഞ്ഞു. അതുപോലെ ആ പരട്ട കിളവി അവിടെ കിടന്ന് കരയുന്നുണ്ടായിരുന്നല്ലോ. മറ്റവളെ കൊച്ചിനെ നോക്കാൻ ലണ്ടനിൽ പറന്നല്ലോ കിളവി വയസ്സാം കാലത്ത്. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. എന്നിട്ട് ഇവിടെ കിടന്ന് മറ്റേ അങ്ങ് കൊണയാടി. നിനക്കൊക്കെ എല്ലാത്തിനും ഒരെണ്ണത്തിനെ വെറുതെ വിടല്ലേ, എല്ലാത്തിനെയും പിടിച്ചകത്തിടണം. കഴിപ്പണം കേട്ടോ കുടുംബങ്ങൾ. ഒരു പെണ്ണിനെ 2 പിള്ളേരെ കൊന്ന് തള്ളിയിട്ട് ഇങ്ങ് കിടന്ന് മോങ്ങി അങ്ങ് അഭിനയിച്ച് നാട്ടുകാരെ കണ്ണി പൊടിയിടാൻ നടക്കുന്ന പരനാറികള്. ഇതെങ്ങാണ്ട് കൊലപാതകം ഒന്ന് തെളിഞ്ഞ ഇതോടെ കാലാവാരി എല്ലാത്തിനും അടിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. എനിക്ക് പൊരിഞ്ഞിട്ട് പറഞ്ഞതൊക്കെ കാണുമ്പോൾ. പിന്നെ ഇടയ്ക്ക് ഈ നവംബർ 24 കണ്ടിൻ്റെ എന്നോട് ചോദിച്ചു ഇതുപോലെ 2 മക്കളിൽ ആരെയാണ് ഇഷ്ടമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഇതുപോലെ ഇളയാളിനെയാണ്, അവൾ ക്യൂട്ടാണല്ലോ എന്ന് പറഞ്ഞു. പറഞ്ഞു ചേച്ചിക്കും വർണ്ണവിവേചനം ഉണ്ടോ, എന്നെ എല്ലാവർക്കും ഇളയതിനെയാണ് ഇഷ്ടം, മൂത്തതിനെ ആർക്കും താല്പര്യമില്ല, കറുപ്പിൻ്റെ പേരിൽ അവിടെ വലിയ പ്രശ്നമാണ്. സ്മോളുടെ നിറം അവിടെ ഒരു പ്രശ്നമായിരുന്നു അല്ലേ? തന്നെ ആദ്യം തൊട്ടേ അതൊരു വിഷയമായിരുന്നു. പിന്നെ അതുപോലെ സ്ത്രീധനത്തിൻ്റെ കാര്യം, അവർ ഈ കല്യാണം വരുമ്പം ഇത്രയും വലിയ ഫാമിലിയിലാന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ചോദിച്ചു ഇത്രയും വലിയ ഫാമിലി പോകുമ്പോൾ ഇത്രയും സ്ത്രീധനം കൊടുക്കണ്ടേ? അപ്പോൾ അവൾ പറഞ്ഞു ഞങ്ങളുടെ കാസ്റ്റിൽ സ്ത്രീധനമൊന്നുമില്ല, ഞങ്ങൾ 10-20 പവനോ 2-3 ലക്ഷം രൂപ കൊടുത്ത് കെട്ടിക്കാറാണ് പതിവ്, അപ്പോൾ ഇവരൊന്നും ചോദിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഇനി അവരുടെ രീതി അങ്ങനെ ആയിരിക്കും, നല്ല ആൾക്കാരാണല്ലോ എന്ന് വിചാരിച്ചു. ഇപ്പം പറയുന്നു സ്ത്രീധനത്തിൻ്റെ പേര് പ്രശ്നം ഉണ്ടായിരുന്നു, അതൊന്നും അവൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. അങ്ങനെ
അവന് തിന്നിട്ട് എല്ലിന്റെ ഇടയ്ക്ക് ഇറങ്ങിയപ്പം വീണ്ടും കഴപ്പ് തുടങ്ങി പൈസയ്ക്ക്. പിന്നെ കറുപ്പ് ഷാറൂഖ് ഖാനാണല്ലോ, അവൻ ഭയങ്കര സൗന്ദര്യമാണല്ലോ, ഭയങ്കര. ഷാറൂഖ് ഖാനൊക്കെ ഇല്ല, ഋത്തിക് റോഷൻ അന്ന് എൻ്റെ ഏഴയിലത്തെ തരത്തില്ല, അത്രയ്ക്ക് കിട്ടില്ലാണ്. ഇങ്ങനെ പറയാൻ പാടില്ല, എങ്കിലും ഇതുപോലത്തെ ചെറ്റകളാ ഞാൻ പറയും. ആ രീതിയിൽ പറഞ്ഞില്ലെങ്കിൽ എന്റെ മനസ്സിനൊരു സുഖം കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ഷാറൂഖ് ഖാനെ പോലെ ഇരിക്കുന്നെന്നാണ് ഈ നാറിയുടെ വിചാരം. അവളുടെ ഏഴയിലത്തോലും വരത്തില്ല. പിന്നെ കറുപ്പ് പിടിക്കൂലല്ലേ, നിനക്ക് ഇറങ്ങൂലല്ലേ കറുത്തിരുന്ന. നിനക്ക് ഇറക്കി തരാം. ഈ കേസ് നീ എത്രത്തോളം മൂടി വയ്ക്കാൻ ശ്രമിക്കുന്നു, എത്രത്തോളം പണം വാരി എറിഞ്ഞ് നീ ഊരാൻ നോക്കുന്നു, വീണ്ടും നിന്നെ കുരുക്കിലേക്ക് ഇടാൻ ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്, ജനങ്ങളുണ്ട്. ജനങ്ങൾ നിനക്കൊക്കെ എതിരെ സംസാരിക്കും, നിന്റെയൊക്കെ അവസാനം കാണുന്നത് അവരെ പ്രതികരിക്കും. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് പുതിയ വീഡിയോ ഇടണം.